കൂട്ടിനെ കിട്ടില്ലല്ലോ ചേട്ടാ, അറിയാഞ്ഞിട്ടല്ല. അതെ, വരുന്ന വായികൾ ഉണ്ടില്ലാതെ പോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ. All Indians are my brothers and sisters except you. ആദ്യമായിട്ടാണ് ഈ കോളേജിൽ അല്ലേ? വന്നിട്ടില്ലല്ലോ ഇവിടെ. ഒരു 2017 ഒരു കല്യാണം കഴിച്ചു. 19 മകളുണ്ടായി. അതൊരു പെൺകുട്ടിയാണ്. അപ്പം ഒരു പെൺകുഞ്ഞുണ്ടായതിനു ശേഷം എനിക്ക് വന്ന പരിവർത്തനം വളരെ വലുതാണ്. ആ പരിവർത്തനം എന്നെ എൻ്റെ പഴങ്കഥകൾ അല്ലെങ്കിൽ പഴയ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഒരു പെൺകുട്ടി ജനിച്ചതോടുകൂടി അപ്പൊ ഇവിടെ നിൽക്കുന്ന ഞാനൊരു പുതിയ മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടില്ലാതെ പോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ വന്ന് ഞാൻ നിന്നേനെ. യാതൊരു മാനമില്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നേനെ. നീ ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? ഇത് സാറ് എനിക്ക് തന്ന കൊട്ടേഷനാണ്. വൈകി വന്നല്ലേ? ഒരുപാട് സന്തോഷം. പണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിഞ്ഞ് അതിൽ തന്നെ സന്തോഷം. ഇതുപോലുള്ള കോളേജുകൾ വരുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ ഈ ട്രെയിലർ ലോഞ്ചിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു കുഞ്ഞു സിനിമയാണ്, അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. ഒരു ഫൺ ഫിൽ എന്റർടൈനർ ആയിരിക്കും. അപ്പോൾ ജോസഫൈസ് എല്ലാവരും പോയി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്ന് ഇഷ്ടപ്പെടും ബാക്കിയുള്ളവരെയൊക്കെ അറിയിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു. പണ്ട് ഞാൻ കോളേജ് സ്കൂൾ കാല സമയത്തൊക്കെ പടർന്നിരുന്ന ഒരു ഡയലോഗുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയോട് പറയുന്നത് സാറാണ്. All Indians are my brothers and sisters except you. അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുകയാണ്. All Indians are my brothers and sisters except St. Josephite. Thank you. മൈക്കിൽ നിന്നും വ്യാജം ഹരമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചോ, കാരണം നമ്മളൊരു പാട്ട് പാടാനായിട്ട് പോവുകയാണ് അല്ലേ? കാരണം ഒരു ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ ഒരു ട്രെയിലർ ലോഞ്ചിലും അല്ലെങ്കിൽ വ്യാജയുടെ പ്രത്യക്ഷപ്പെടുന്ന എവിടെയും നമ്മൾ മിസ്സാകാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് വ്യാജയുടെ പാട്ട്. ഇവിടെ വന്ന് അങ്ങ് അറ്റത്തുനിന്ന് ഏതോ കുട്ടീനെ വിളിച്ചിട്ട് വ്യാജനെ കൊണ്ട് ഓഹോ നരൻ എന്ന് പറയുന്ന പാട്ട് നല്ല പാട്ടുകളുണ്ട്. അപ്പൊ ആ പാട്ടിനോട് ഒരു പ്രസക്തിയില്ല. ഞങ്ങള് സിനിമയിലെ പാട്ട് അത് ഇവിടെ രണ്ടുപേരും പാടും. ആ പാട്ട് എനിക്ക് കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഭീഷ്മയിലൊരു ഗാനം. അല്ലെങ്കിൽ ഞാൻ വ്യാജനോട് ചോദിക്കണമെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ചന്ദ്രൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, എന്നേക്കാളും ഓക്കെ ഉണ്ടില്ലായിരുന്നു. ഇല്ല വരില്ല. ഞാൻ ആലോചിക്കട്ടെ. അപ്പം രണ്ടുപേരും പാടാമോ? ഞങ്ങൾക്ക് വേണ്ടി. കൂട്ടിനെ കിട്ടില്ലല്ലോ ചേട്ടാ, അറിയാഞ്ഞിട്ടല്ല. അതെ, വരുന്ന വായികൾ. അല്ല, അതുകൊണ്ട് എനിക്ക് ബാക്കി പാടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഞാൻ ചേട്ടൻ. ഈ നരൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ് പാടാൻ. തെളിയിച്ചേർന്ന് പാടി, വിഷ്ണു പാടി, ജിബി പാടി, ഉണ്ണിച്ചേട്ടൻ പാടി, ഉണ്ണിലാലും പാടുമ്പോ രചന എങ്ങനെ തുടങ്ങുക?
നമസ്കാരം. തിരക്ക് തന്നെയാണല്ലേ എന്ന് ചോദിച്ചതാണ്. യെസ്, ബേബിക്കും മൂന്ന് മക്കൾക്കും മാധവനും വിനായകൻ അല്ലേ, അങ്ങനെ 3 ആൺമക്കളാണ് വിഷ്ണു ചേട്ടനുള്ളത്. 3 പേര് സുഖമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഈ ഭീഷ്മ മൂവിയെ പറ്റി അല്ല, ഞാൻ ഇത്രയും ആൾക്കാരെ കണ്ട് അത് മറന്നിരിക്കുമായിരുന്നു. സോറി, മൈ മിസ്റ്റേക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് കോളേജിൽ വരുന്നത്. അപ്പോ നിങ്ങളൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. നേരത്തെ ഈ കുട്ടി പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള പോസിറ്റീവ് വൈബ്, ധ്യാൻചാന്റെ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. എന്താ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. ഇല്ല, എനിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ധ്യാനോടും കൂടെ ഈ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് ഉപദേശങ്ങൾ, ജീവിതത്തിൽ കാണേണ്ട കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ഒരുപാട് പുള്ളിയുടെ നിലപാടുകൾ, വീക്ഷണങ്ങൾ, ഇതൊക്കെ എന്നിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യമായിട്ടും. അപ്പൊ അത് ഇപ്പോഴേ ഈ പ്രായത്തിലേ നിങ്ങൾക്കൊക്കെ അത് അറിയാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ സിനിമ എല്ലാവരും പോയി കാണണം. ഇത് ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. അതിന്റെ ഒരു രസം, ആ ഒരു രസച്ചരട് ഈ സിനിമയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വീക്ഷണ പോയി കാണണം. ആണല്ലേ? അത് മതി. അദ്ദേഹം കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ ഇങ്ങനെ ട്രോളരുത്. അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിനും ജീവിത വിജയത്തിനും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് അമ്മേന. ഇവരെല്ലാവരും തമ്മിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ ഈ എനർജി ഉണ്ടാവില്ല. വരുമ്പോഴാണ് ആ ഫുൾ എനർജി, ആ ഡാൻസ്, ഐ റിയലി ഫീൽ ഓണർഡ് വെൻ ഐ കം ഹിയർ. ബിക്കോസ് ഇതിപ്പോൾ തന്നെ ഐ തിങ്ക് മാം പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വരുന്നത്. ഒരു പ്രീവിയസ് ഞാൻ ഇവിടെ വന്നത് സിനിമയുടെ ഷൂട്ടായിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേഡിയം കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിലാണ് ഞാൻ ഇവിടെ വന്നത്. അതിന് മുന്നേ വേറെ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നു. സോ ഇറ്റ്സ് മൈ 3rd ടൈം ഹിയർ. സോ ഹാപ്പി ടു ബി ഹിയർ. ഇപ്പോൾ ഭീഷ്മർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആണ്. സോ ആസ് എവറി ഫിലിം ദാറ്റ് റിലീസസ് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ടെൻഷനാണ്. എങ്ങനെ ഉണ്ടാവും, ഹൗ പീപ്പിൾ പെർസീവ് ഇറ്റ്, എങ്ങനെ ഉണ്ടാവും. ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല. സോ ഐ ബി വാച്ചിങ് ഇറ്റ് വിത്ത് യു ഗൈസ്. എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ കാണാം. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദ ട്രെയിലർ ആൻഡ് യു വിൽ വാച്ച് ദ മൂവി. എല്ലാവരും സിനിമ കാണുമെന്ന് വിചാരിക്കുന്നു. And always keep smiling, girls. Amazing, amazing energy, and I hope I get to see you again soon. Alright? മലയാളം മനസ്സിലാവില്ല, സോ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല ഭംഗിയുണ്ട്. I don't know if I'm speaking right, but I am very happy to be here. I'm so happy to see all the happy faces cheering up, dancing, being so energetic. It feels so nice. So it's also my first time going to watch the trailer today, and I hope you like it and go visit the theaters and watch Bhishma. Thank you so much. സിനിമാ രംഗത്ത് ഒരുപാട് വേദികൾ, സ്റ്റേജ് പ്രോഗ്രാമുകളോട് ഒരുപാട് കൊതിച്ച ഒരു വേദിയായിരുന്നു ഈസ്റ്റ് കോസ്റ്റ്. പക്ഷെ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായത്. ഈ സിനിമ കൊണ്ട് ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഹൃദം ഉണ്ടായിരുന്നതാണ്. ഏറ്റവും വലിയ ടീം, എല്ലാവരും ഒരേ മാനസികമായി അടുപ്പമുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളെ ഒന്നിച്ച് കിട്ടി. ഇവിടെ വന്നപ്പോൾ കിട്ടിയവരുടെ ഏറ്റവും വലിയ സംഭവം ഒരു സിനിമ സക്സസ് ആയ രീതിയിലുള്ള ഒരു എനർജി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും നല്ല എനർജിയുള്ള കോളേജ് എനിക്ക് കിട്ടിയതാണ്. താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസരത്തിൽ ഈ കോളേജാണ്. അപ്പം അതിൻ്റെ നന്ദി
എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ 2 സിനിമകളും സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അത് ഒരു റിലീസ് പറയുന്നത് ഭീഷ്മറാണ്. അതിവിടെ പറയണം. ഓക്കെ, അപ്പോൾ 3ാമത്തെ പടം നമുക്കൊരു 3 ഇടയ്ക്ക് ബബ്ബൊക്കെ ഉണ്ടായിരുന്നു പ്രസവത്തിൽ. അതിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാ പിന്തുണയും നിങ്ങളധികം തുടർന്നത് ഈ ഒരു കൈയടിയായിട്ടൊന്ന് മാറ്റി ഞങ്ങൾ ചെയ്യിപ്പിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവരും വന്നപ്പോൾ തുടങ്ങിയ എല്ലാവരുടെ തെരഞ്ഞെടുക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് എൻ്റെ കാല് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അളിയനെങ്കിലും എൻ്റെ പൊങ്ങി പറയണം. അതുകൊണ്ട് പാവത്തിന് ഞാൻ വെറുതെ വരുന്നു. ആദ്യമായിട്ടല്ല, 2ാമതായിട്ടാണ് ഇങ്ങനൊരു ലേഡീസ് മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത്. ആദ്യം പോയത് സെൻറ്റ് തെരേസസ് കോളേജിലായിരുന്നു. അവിടുത്തെ എനർജി കണ്ടപ്പോൾ ജീവിതത്തിൽ ഇനി സ്ത്രീകൾ മാത്രം പഠിക്കുന്ന കോളേജിൽ പോകില്ലെന്ന് വിചാരിച്ചാണ്. ഭയങ്കര എനർജിയും ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കോളേജാണ്. വളരെ നല്ല ഓഡിയൻസ്, എല്ലാ തരത്തിലും ഞങ്ങളോട് സഹകരിക്കുന്ന ഒരു ഓഡിയൻസാണ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഭീഷ്മർ ടീമിൻ്റെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. ഒപ്പം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പരീക്ഷയ്ക്കാരുടെ പഠനം നടന്നോളും, നിങ്ങളൊന്നും കാര്യമാക്കണ്ട, സിനിമ പോയി കാണുക. പിന്നെ സാറെന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു, ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും മാത്രമല്ല ഞങ്ങൾ കോറസ് പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഈ സിനിമയിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് സത്യം പറഞ്ഞാൽ ആ പാട്ട് പാടാനുള്ള അവസരം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ വീട്ടിൽ സാറ് എന്നോട് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് പാടണം. ഞാൻ എത്തിപ്പോയി. പാട്ട് സാറ് കോറസല്ല, സിംഗിളായിട്ടൊരു പാട്ട് പാടണം. അപ്പോൾ ഞാനൊന്ന് അഭിമാനിച്ചു. കാരണം ഒരു സിനിമയിൽ പാടാൻ കിട്ടുക എന്നുള്ളൊരു ഭാഗ്യമുള്ളൂ. അപ്പോഴാണ് സാറിൻ്റെ അടുത്ത ഡയലോഗ്, അതൊരു അലമ്പായിട്ട് പാടണം. സാധാരണ അലമ്പ് പാട്ടുന്ന വേറെ ആരും കണ്ടില്ല. അതുകൊണ്ടാണ് ബിനുവിനോട് പറഞ്ഞത് ഒരു അലമ്പ് പാട്ടാണത്, അത് ബിനുവിന് മാത്രമേ പാടാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഞാൻ വന്ന് നല്ല അലമ്പായിട്ട് പാട്ട് പാടി. പക്ഷേ അതിനകത്തൊരു സംഭവം ഉണ്ടായി. പാട്ട് പാടി പുറത്ത് വന്നപ്പോൾ പുറത്ത് കോരിച്ചിരുന്ന മഴ. സത്യമല്ലേ? കറക്റ്റാണ്. അത് നല്ല വെയിലുള്ള സമയമായിരുന്നു. പക്ഷെ ഞാൻ പാടി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ മഴ. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ കൊണ്ട് പ്രാർത്ഥിക്കുക, സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.